സത്യതൗഹീദി ആദർശ പ്രബോധന രംഗത്ത് പുതുപുത്തൻ അധ്യായം തീർത്ത് വിട്ടുവീഴ്ചയുടെയും ക്ഷമയുടെയും ജീവിക്കുന്ന സാക്ഷ്യം തീർത്ത് സമാനതകളില്ലാത്ത ഐക്യ സന്ദേശം കൈരളിക്കേകി മുജാഹിദ് ഐക്യമഹാസമ്മേളനം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലുള്ള സമാദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹപ്രവർത്തകരെ, ജ്വലിക്കുന്ന ആദർശദാർഢ്യവും അണമുറിയാത്ത ആവേശവുമായി ഈ ഐക്യമഹാസമ്മേളനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, 14 വർഷത്തെ കൂടുതലൊന്നും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ചരിത്രം, എല്ലാ സമയത്തും ഓർത്തെടുക്കേണ്ട 14 നൂറ്റാണ്ട് മുമ്പുള്ള സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും ചരിത്രത്തിലേക്ക് തിരിച്ചൊഴുക്കിയിട്ടുള്ള ഏറെ ധന്യമായ ഒരു മുഹൂർത്തത്തിലാണ് നാം സംബന്ധിച്ചിരിക്കുന്നത്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതിവാദങ്ങളും അപരവൽക്കരണങ്ങളും ആർത്തിരമ്പി വരുന്ന സാഗരം പോലെ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. ഇത്തരമൊരു സാമൂഹിക സാഹചര്യത്തിൽ ഒന്നിനു പിറകെ മറ്റൊന്നായി കടന്നുവരുന്ന വിശ്വാസവിരുദ്ധമായിട്ടുള്ള തിരമാലകളെ ഈ നാട്ടിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പ്രതിജ്ഞയെടുത്തവരാണ് എൻ്റെ മുമ്പിലുള്ള ആളുകൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏകദൈവ വിശ്വാസത്തിൻ്റെയും പ്രവാചക തിരുചര്യയുടെയും ചിറകെട്ടി തൗഹീദിന്റെ പടച്ചട്ടയണിഞ്ഞ് ഈ മണൽപ്പരപ്പിലൂടെ അന്ധവിശ്വാസങ്ങളുടെ അലമാലകൾ മലയാളിയുടെ മണ്ണിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കാനാണ് ഈ മനുഷ്യ മഹാസംഘം ഇവിടെ ചേർന്നിട്ടുള്ളത്. നവോത്ഥാനം എന്നത് ഒരു പ്രസ്ഥാനത്തിന്റെ പേരല്ല, അതൊരു നിലപാടും അതൊരു കാഴ്ചപ്പാടും അതൊരു നിർവഹണവുമാണ്. പ്രസ്ഥാനം എന്നത് അത് ആൾക്കൂട്ടമാണ്. ആ ആൾക്കൂട്ടത്തിന് വിശ്വാസത്തിന്റെയും സംസ്കരണത്തിന്റെയും അകബലം ലഭിക്കുമ്പോഴാണ് നവോത്ഥാനം ശക്തിയോത്തരം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ തലച്ചോറും നമ്മുടെ ഹൃദയവും ആദർശത്തിന്റെ മൂശയിലാണ് നാം പടുത്തുയർത്തേണ്ടത്. നവോത്ഥാനത്തിന്റെ 2 ഊന്നലുകൾ, ഒന്ന് പ്രമാണവും മറ്റൊന്ന് ചരിത്രവുമാണ്. പ്രമാണത്തിനു മാറ്റം സംഭവിക്കുകയില്ല എന്ന മുജാഹിദ് പ്രസ്ഥാനത്തെ ആരും പഠിപ്പിക്കേണ്ടതില്ല. ചരിത്രമെന്ന് പറയുന്നത് ആവർത്തിക്കാത്തതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയണം. ചരിത്രത്തിൽ നിന്നുള്ള പാഠം സ്വീകരിക്കുകയും പുതിയ ചരിത്രത്തെ രചിക്കുകയുമാണ് ഈ ഐക്യമഹാസമ്മേളനം ചെയ്തിട്ടുള്ളത്. നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ഇസ്ലാമിക ചരിത്രത്തിൽ പോലും വായിക്കാൻ കഴിയാത്ത അനിതര സാധാരണമായ ധന്യമായൊരു ചരിത്രമാണ് മലയാളിയുടെ മുമ്പിൽ, കേരളത്തിന്റെ മുമ്പിൽ മുജാഹിദുകളായ ആളുകളെ സമർപ്പിച്ചിട്ടുള്ളത്. ചരിത്രം പാഠം ഉൾക്കൊള്ളുകയും ആ പാഠത്തിൽ നിന്ന് ശരിയായ സന്ദേശങ്ങളെ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യണം. നവോത്ഥാനം എപ്പോഴാണോ കാലത്തിൽ നിന്ന് പിറകോട്ട് പോകുന്നത്, അപ്പോഴത് പരിഷ്കരണ സ്വഭാവമില്ലാത്ത വരട്ടുവാദങ്ങളായി മാറുമെന്നത്
ചരിത്രം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചക പ്രബോധന പ്രവർത്തനങ്ങൾ രണ്ടു ദിശകളിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, അടിസ്ഥാനത്തിന് തെറ്റു സംഭവിച്ചിട്ടില്ല, അനുബന്ധമായി വരേണ്ട കർമ്മമേഖലകൾ വൈവിധ്യത്തോടെയാണ് പ്രവാചക ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഏകദൈവാരാധനയുടെ സത്യസന്ദേശത്തെ ലോക ജനതയ്ക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും ആദർശപിതാവായി മഹാമാതൃകയായി അനുഭവിക്കുകയും ചെയ്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാതൃക സ്വീകരിക്കണമെന്ന് പറയുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിഗ്രഹാരാധനയുടെ ദൂഷ്യവശങ്ങളെ പഠിപ്പിക്കാൻ ആദർശപിതാവായി ഇബ്രാഹിം നബി സ്വീകരിച്ച മാർഗമല്ല സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നവോത്ഥാനത്തിന്റെ ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. യൂഹ് നബി സ്വീകരിച്ച മാർഗവും മൂസാ നബി സ്വീകരിച്ച മാർഗവും ഈസാ നബി സ്വീകരിച്ച മാർഗവും വ്യത്യസ്തമാണ്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലഹയുടെയും ഏകദൈവാരാധനയുടെയും അടിത്തറയിൽ അണുവളവ് പോലും വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ ഏറ്റവും ബലിഷ്ഠമായ വേരുറപ്പുള്ള ഒരു വടവൃക്ഷത്തിലേക്ക് ഈ ചരിത്രത്തെയെല്ലാം ചുരുക്കിയെടുത്ത് വിശദീകരിച്ചിട്ടുണ്ട്. അസ്ലുഹാ സാബിത്തുൻ, അതിന്റെ അടിത്തറ ഭദ്രമാണ്. ഏകദൈവാരാധനയിൽ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ആദർശത്തിൽ നിന്ന് മുന്നോട്ട് പോകുന്ന പ്രബോധന പ്രവർത്തനങ്ങൾ കാലത്തെ സാക്ഷി നിർത്തി ജനസമൂഹത്തിന് നന്മയുടെ നിതാന്തമായ ജാഗ്രതയോടെ പടർന്നു പന്തലിക്കുന്ന വടവൃക്ഷമായി മാറുമെന്ന് വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. അതിന്റെ ശിഖരങ്ങൾ ആകാശത്തിലേക്ക് പടർന്നു പന്തലിച്ചിരിക്കുന്നു. അടിത്തറയിൽ നിന്ന് ഫലമായി ലഭിക്കേണ്ട ശിഖരങ്ങളിലേക്ക് ഒരു ചിത്രം കണക്ക് ഈ ആയത്തിനെ നമ്മൾ വിശദീകരിച്ചാൽ അവിടെ കാണാൻ കഴിയാത്തൊരു പദത്തെയുണ്ട്. അത് ആ മരത്തിന്റെ കാണ്ഡമാണ്. മരത്തിന്റെ കാണ്ഡത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടില്ല. അഥവാ ഏകദൈവാരാധനയാകുന്ന ആദർശത്തിൽ നിന്ന് കാണ്ഡമാകുന്ന പ്രവർത്തന തലങ്ങളിലൂടെ വൈവിധ്യങ്ങളിലൂടെ കാലഘട്ടങ്ങളുടെ വ്യത്യാസത്തിനനുസരിച്ചുകൊണ്ട് മാറുകയും ശരിയായ രീതിയിൽ ക്രമീകരിക്കുകയും ചെയ്ത് പടർന്നു പന്തലിക്കാനാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. യുവാക്കളെ, നമ്മൾ ഈ പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണാണ്. യുവത്വം എന്ന് പറയുന്നത് അതൊരു പ്രായത്തെ കുറിക്കുന്ന പദമല്ല, അതൊരു കാഴ്ചപ്പാടാണ്, അതൊരു നിലപാടാണ്. വിശുദ്ധ ഖുർആനിൽ പേരെടുത്തു പറഞ്ഞിട്ടുള്ള യുവാവായ ഇബ്രാഹിം നബിയെ കുറിച്ച് ആദ്യമായി പറയുന്നത് ഇബ്രാഹിം നബിയുടെ പേരല്ല, ഇബ്രാഹിം നബിയുടെ ദൗത്യ നിർവഹണത്തിന്റെ സവിശേഷതയാണ്. സമിഅനാ ഫതൻ, സമിഅനാ ഫതൻ. യുവത്വം എന്ന് പറയുന്ന കാഴ്ചപ്പാടിനെ, നിലപാടിനെയാണ് വിശുദ്ധ ഖുർആൻ അവിടെ കൃത്യമായി വരച്ചു കാണിച്ചിട്ടുള്ളത്. ജനന മരണങ്ങൾക്കിടയിലുള്ള കാലത്തെയല്ല ആയുസായി പരിഗണിക്കേണ്ടത്, മറിച്ച് കർമ്മം ചെയ്ത കാലയളവിനെയാണ് ആയുസായി പരിഗണിക്കുക. ഉംറ എന്ന പദം ക്രിയേറ്റിവിറ്റിയെ, നിർമ്മാണാത്മകതയെ സൂചിപ്പിക്കുന്നതാണ്. മസാജിദുഹും ആമിറ എന്ന് പറയുന്നിടത്ത് നിർമ്മിച്ചെടുത്ത എടുപ്പ് എന്ന നിലയ്ക്കാണ് അമറ എന്ന പദത്തിൽ നിന്ന് ആമിറ എന്ന പദമുണ്ടായിട്ടുള്ളത്. കർമ്മത്തെയാണ് നമ്മുടെ ആയുസിനെ പ്രതിനിധീകരിക്കേണ്ടത്. നമ്മുടെ തലച്ചോർ ഈ പ്രസ്ഥാനത്തിന് ആവശ്യമുണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ ഈ പ്രസ്ഥാനത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദൈവാരാധനയുടെ പ്രബോധന പ്രവർത്തനത്തെ നടുങ്ങുമാറുച്ചത്തിൽ കേരളത്തിന്റെ ജനസമൂഹത്തിൽ ബോധ്യപ്പെടുത്താൻ യുവാക്കളെ, നിങ്ങളെയാണ് തീർച്ചയായും ഈ നവോത്ഥാന പ്രസ്ഥാനം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. ഐക്യത്തിന്റെ കണ്ണുനീർ, ഐക്യത്തിന്റെ കണ്ണുനീർ സന്തോഷത്തോടുകൂടി പൊടിക്കുന്ന സമയത്തും വേദനയുടെയും വിഷമങ്ങളുടെയും കണ്ണുനീർ പശ്ചിമേഷ്യയിലും ലോക മുസ്ലിം സാഹചര്യങ്ങളിലും നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്കൊരു ശുഭചിന്തയുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയ ഒരു ശുഭചിന്തയുണ്ട്. വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മോട് പറഞ്ഞു, വലാ തഹ്സബന്നല്ലാഹ ഗഫില അമ്മാ യഅമലു ളാലിമൂൻ. അക്രമികളായ ആളുകൾ ചെയ്യുന്നതിനെ കുറിച്ച് അല്ലാഹു കാണുന്നില്ല എന്ന്, അശ്രദ്ധമാണ് എന്ന് ഒരിക്കലും വിചാരിക്കരുത് എന്ന്.
ശരിയായ സന്ദേശം സ്വീകരിക്കുകയും കൃത്യമായി മുന്നോട്ട് പോവുകയും ചെയ്ത ദിശാബോധമുള്ള ചരിത്രത്തിൽ താർത്താരികൾക്ക് ഇസ്ലാമിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. കുരിശുപടക്കാർക്ക് ഇസ്ലാമിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. ചെങ്കിസ് ഖാന് ഇസ്ലാമിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് പ്രബോധന പ്രവർത്തനത്തെ പൗരാവകാശമായി സ്വീകരിച്ചുകൊണ്ട് ഭരണഘടനയുടെ തത്വങ്ങളെയും നിർദ്ദേശങ്ങളെയും കൃത്യമായി പാലിക്കുകയും രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ജീവാർപ്പണം നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ അണികളായിരിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ളത് പ്രസ്ഥാനത്തിന്റെ സന്ദേശവും ആദർശത്തിന്റെ സന്ദേശവുമാണ് എങ്കിൽ ഒരു കാരണവശാലും ഈ സന്ദേശത്തെ തച്ചുകടത്താൻ സാധ്യമാവുകയില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയണം. ആ നിലയ്ക്ക് നമ്മുടെ നേതൃത്വം നമ്മോട് ആവശ്യപ്പെടുന്ന യുവതയുടെ കർമ്മശേഷിയെ, ക്രയശേഷിയെ അന്ധവിശ്വാസങ്ങൾക്കെതിരിൽ, അനാചാരങ്ങൾക്കെതിരിൽ, അത്യാചാരങ്ങൾക്കെതിരിൽ, മതരാഷ്ട്രവാദങ്ങൾക്കെതിരിൽ ആകാശലോകത്ത് വിഹരിക്കുന്ന ആളുകളുടെ കഴിവുകേടും ചർച്ച ചെയ്യുന്നവർക്കെതിരിൽ കൃത്യമായി നിർവഹിക്കാൻ ആദർശത്തിന്റെ പടച്ചട്ട അണിഞ്ഞ് യുവാക്കളെ സജ്ജരാവുക എന്ന് എല്ലാ സഹോദരങ്ങളെയും ആത്മാർത്ഥതയോടുകൂടി ആഹ്വാനിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. സർവ്വവിധ ആശംസകളും നേരുന്നു. വാഹ് ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.